മധ്യപ്രദേശിലെ ഇൻഡോറിലുണ്ടായ മലിനജല ദുരന്തത്തിലെ മരണസംഖ്യയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി. 18 പേരുടെ ബന്ധുക്കൾക്ക് ധനസഹായം കൈമാറിയെങ്കിലും 8 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അതേസമയം ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജലപരിശോധന റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. ബൽറാം ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. പറയൂ ബൽറാം. ഇൻഡോറിലുണ്ടായ ജലദുരന്തം, മലിനജലം കുടിച്ച് ആളുകൾ മരിക്കാനിടയാവുകയും 1000-ലേറെ പേർ ആശുപത്രിയിലാവുകയും ചെയ്ത സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ളതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് 8 പേർ മരിച്ചു എന്നാണ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗികമായ കണക്ക്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും 8 മരണങ്ങൾ എന്നാണ് കോടതിയെ സർക്കാർ അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ അപകടത്തെ തുടർന്ന് മരിച്ചവർക്ക് ധനസഹായം സർക്കാർ വിതരണം ചെയ്തിരുന്നു. ആ വിതരണം ചെയ്ത ധനസഹായം 18 പേർക്ക് 2 ലക്ഷം രൂപ വിതരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഔദ്യോഗിക കണക്ക് എന്നുള്ളത് യഥാർത്ഥ കണക്കിനേക്കാൾ 10 പേരുടെ മരണം മറച്ചുവെച്ചുകൊണ്ടുള്ളതാണ്. സംഭവത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കടുത്ത വിമർശനവും ഉയർന്നിരിക്കുന്നു. അതേസമയം ഈ സ്ഥലത്തെ MLA കൂടിയായ മന്ത്രി കൈലാഷ് വിജയവർഗീയയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രാദേശിക ഭരണകൂടം റിപ്പോർട്ട് ചെയ്ത എല്ലാ മരണങ്ങൾക്കും തങ്ങൾ ധനസഹായം വിതരണം ചെയ്തത് എന്നാണ് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് ഈ ദുരന്തമുണ്ടായ ഇടത്തെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം പരിശോധനയ്ക്കായി ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ അയച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലങ്ങളുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും ശേഖരിച്ച 51 സാമ്പിളുകളിൽ 35 എണ്ണത്തിലും മലമൂത്ര വിസർജനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഗുരുതരമായ അളവിൽ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ സാമ്പിളുകളിൽ കണ്ടെത്തിയിരിക്കുന്നു. 1 മില്ലി ലിറ്ററിന് 13 മുതൽ 360 വരെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സർക്കാർ ജലവിതരണ സംവിധാനത്തിന് അപ്പുറത്തേക്ക് പ്രദേശത്തുള്ള കുഴൽ കിണറുകളിലെ വെള്ളത്തെ പോലും ഈ കോളിഫോം ബാക്ടീരിയ ബാധിച്ചിരിക്കുന്നു എന്നാണ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.